The Council of State, sir, I am representing the state of Kerala. അയ്യോ ആരാത്? പറ റഹീമണ്ണ പറ. I am representing the state of Kerala. അത് ഇത്തിരി പതുക്കെ പറഞ്ഞാ മതിയായിരുന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ? We have achieved 100% of literacy. ഫ്രഷ്. We have achieved 100% of literacy. ഫ്രഷ്. A low infant mortality rate. അതും ഫ്രഷ് സാധനം തന്നെ. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. We are the first state in India to eradicate the extreme poverty. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. What Kerala thinks today, India thinks tomorrow. ഇത് വിട്ടൊരു കളി ഇല്ലല്ലേ? അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. Why not incident? The state government submitted a post-disaster requirement of 2,221 crore. വയനാട്ടിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? Union government has announced the release of only 260 crore, sir. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. Why this discrimination against Kerala? ജാക്കറ്റ് ഇട്ടിട്ടും പല്ല് കൂട്ടി ഇടിക്കുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ. Borrowing limited. Sir, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പേപ്പറിൽ എഴുതിയിരുന്ന ഇംഗ്ലീഷ് തീർന്നത് കൊണ്ട് ഇനി നല്ല കിടില മലയാളത്തിലെ ഒരു കടുകുവറ അവിടെ നടക്കും. സർ, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്തിനാ ഗവൺമെന്റ് ഇങ്ങനെ കേരളത്തെ വേട്ടയാടുന്നത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 2 പിണറായി സർക്കാരുകൾ കേരളം ഭരിച്ചു. ആദ്യത്തെ പിണറായി ഗവൺമെന്റിന് ശേഷം അതിന് അണ്ണൻ ഇങ്ങനെ തുള്ളുന്ന എന്തിന്? 2 കാലിന് താഴെ സ്പ്രിങ് വെച്ചിട്ടുണ്ടോ? വെറുതെ ചിരിപ്പിക്കരുത്. പിണറായി ഗവൺമെന്റ് വല്ല കാര്യം ഉണ്ടായിരുന്നു പിണറായി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കണ്ടേ? അപ്പോഴേ ബെല്ല് വന്ന് നിർത്തിക്കോളാൻ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ?